കേരളത്തിൽ ഒരു കാലത്തും താമര വിരിയില്ല എന്ന് പറഞ്ഞവരൊക്കെ അങ്കലാപ്പിലാണ്, ഭയപ്പെടുന്നു. ഇപ്പോൾ പറയാനുള്ള കാരണം CPM-ന് സ്വാധീനമുള്ള മേഖലയിലൊക്കെ BJP വളരുന്നു എന്നുള്ള ബേബിയുടെ പരാമർശമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. അതെന്താ ഈ താമര കൃഷി മറ്റാരുടെയെങ്കിലും സ്വന്തമാണ്? അത് ആർക്ക് വേണമെങ്കിലും കൃഷി ചെയ്തെടുക്കാമല്ലോ. കൃഷി ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വേണ്ട തരത്തിൽ അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിപോഷിപ്പിച്ച് താമര വിരിയിക്കും. കേരളത്തിൽ താമര വിരിഞ്ഞിട്ടില്ലേ? ഇന്ത്യയിൽ 2014 മുതൽ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് ഇന്ത്യയിലെ ആദ്യം എത്ര സീറ്റുണ്ടായിരുന്നു? ഈ വലിയ നെഹളിപ്പ് നടത്തുന്ന CPM-ന് പാർലമെൻറ്റിൽ ലോക്സഭയിൽ എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 153 സീറ്റ് ഉണ്ടായിരുന്നില്ലേ? ഇപ്പം എത്ര ഉണ്ട്? 1 2 നാണം കെട്ടവന്മാർ. 1.47% വോട്ടാണ് ദേശീയ തലത്തിലുള്ളത്. കേരളത്തിൽ മാത്രം അല്പം ഒരു പച്ചപ്പുണ്ട്. അതിൻ്റെ നെഹളിപ്പാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് ഇല്ലാതാകുന്ന ഒരു സാധനത്തിന് പിന്നെന്തിനാണ് ദേശീയ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ്. EMS ഒക്കെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് CPM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ഒരു പ്രധാന കക്ഷിയാണ്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു തിരുത്തൽ ശക്തിയായിരുന്നു ഇടതുപക്ഷം. ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയാനില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ MAB പറയുന്ന എന്താണ്? CPM സ്വാധീന മേഖലയിലും BJP വളരുന്നു. അത് സമ്മതിച്ചല്ലോ. അതാണ് അവരെ അംഗീകരിക്കേണ്ട ഒരു കാര്യം കേട്ടോ. CPM അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാത്തവരാണ്. അങ്ങനെ ഒരു വലിയ ഹുങ്കുള്ളവരല്ലേ CPM എന്ന് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ അവർ വ്യക്തമായ കണക്കെടുത്തു. അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ വോട്ട് ചോർച്ച ഉണ്ടായി, അത് മുഴുവൻ പോയത് BJPയിലേക്കാണ്. ഞങ്ങൾക്കുണ്ടായിരുന്ന ഈഴവ വോട്ടുകൾ മുഴുവൻ പോയി. അത് പ്രധാനമായിട്ട് അവർ കേന്ദ്രീകരിച്ചത് ആലപ്പുഴയിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ആലപ്പുഴയിലാണ് വലിയ ചോർച്ച ഉണ്ടായത്. അവിടെ ആയിരുന്നല്ലോ അവർക്കൊരു MP ഉണ്ടായിരുന്നു തോറ്റുപോയത്. ശോഭാ സുരേന്ദ്രൻ നന്നായിട്ട് വോട്ട് പിടിക്കുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രന് പിന്നെ ഒരു വ്യക്തി വോട്ട് ധാരാളം അവിടെ ലഭിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അത് അവിടെ മാത്രമല്ല, ശോഭ മത്സരിച്ച മറ്റു മണ്ഡലങ്ങളിലും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ BJP വളരുന്നു എന്നുള്ളത് CPM സമ്മതിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ശക്തമായി വേരോട്ടം നടത്തും. അതിശക്തമായിട്ട് BJP മുന്നേറും. കേരളം ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്, വളരെ അടുത്തിരിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ മാറ്റം സംഭവിച്ചു. രാജീവ് ചന്ദ്രശേഖരൻ്റെ വളരെ എത്ര നാളായി, 1 മാസം ആയിട്ടല്ലേ ഉള്ളൂ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിട്ട്. എന്തെല്ലാം പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം കടന്നു കഴിഞ്ഞു. ഇത് നമ്മൾ മുൻകാലങ്ങളിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരായിട്ടുള്ളവരുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കേ. 2 തെരഞ്ഞെടുപ്പാണ് പ്രധാനമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതലായിട്ട് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരിടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിൽ നിന്ന് വേണം കയറി വരാൻ. BJP ഉപയോഗിക്കുന്ന തന്ത്രങ്ങളൊക്കെ ബേബിക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്നിട്ട് ബേബി പറയുന്നത് എന്താണ്? കോൺഗ്രസുമായി കഴിയുന്നിടത്തെല്ലാം സഹകരിക്കും. ബേബി കോൺഗ്രസുമായിട്ട് അല്പം അകന്ന് നിൽക്കുന്ന ആളായിരുന്നു. യെച്ചൂരിയുടെ കോൺഗ്രസുമായിട്ട് കൂടുതൽ അടുത്ത് നിന്ന ആളാണ്. നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, യെച്ചൂരി സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ഒട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ MAB കുറേ മാറ്റമൊക്കെ ഇനി വരുത്തി കോൺഗ്രസുമായിട്ട് സഹകരിക്കും BJPയെ നേരിടുന്നതിൽ. പശ്ചിമ ബംഗാളിലെ സ്ഥിതി നമുക്കറിയാം. അവിടെ ആരുമായിട്ടെങ്കിലും കൂട്ടുപിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. പക്ഷേ സാർ, അത് കേരളത്തിലേക്ക് കടക്കുമ്പോൾ അത് കോൺഗ്രസിന് അല്ലെങ്കിൽ LDFന് അതൊരു വലിയ പിന്തുണയല്ലേ? ആര് കടക്കുമ്പോൾ? കേരളത്തിലേക്ക് കടക്കും. അല്ല, കേരളത്തിൽ ആര് കടക്കുമ്പോഴാണ് CPM-ന് CPM. ഏത് തരത്തിൽ ഉണ്ടാകുന്നത്? കാരണം CPM കേരളത്തിൽ
ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. പിണറായിയോട് അതിശക്തമായ എതിർപ്പ് ജനങ്ങളിൽ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇവർ ഇപ്പോൾ MA പറയുന്നുണ്ട്, തുടർഭരണം വന്നത് കോവിഡ് കാലത്ത് എല്ലാ വീടുകളിലെയും ഒരു കാരണവരായിരുന്നു പിണറായി വിജയനെന്ന്. ഇദ്ദേഹം ഇത് പറയുന്നത് കേട്ട കോവിഡിനെ ഓടിച്ചത് MA ബേബിയല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു കോവിഡിനെ കുറിച്ചുള്ള ഒരു പ്രസംഗമുണ്ട്, ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ടത്. അത് കേട്ടപ്പോൾ തന്നെ കോവിഡെല്ലാം അങ്ങ് ഇല്ലാതായിപ്പോയി. ഈ അന്ന് കേന്ദ്രമാണ് വേണ്ട തരത്തിൽ കേരളത്തെ സഹായിച്ചത്, എല്ലാ ആനുകൂല്യങ്ങളും നൽകിയത്. അത് ഈ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന ഈ കോൺഗ്രസ്സുകാരന്മാരുണ്ടല്ലോ, ഇവരിത് പറഞ്ഞിട്ടില്ല, ഇവിടെ വിളിച്ചു പറയാൻ തയ്യാറായില്ല. ഇത് പിണറായി വിജയൻ്റെ ആനുകൂല്യമൊന്നും അല്ല, ഇത് കേന്ദ്രത്തിൻ്റെയാണ്. എന്നാൽ അത് വേണ്ട തരത്തിൽ ഉയരാനായിട്ട് കേരളത്തിലെ BJP ഘടകത്തിനും കഴിയാതെ പോയി. അതുകൊണ്ട് എന്ത് പറ്റി? പിണറായി വിജയന് ഒരവസരം കൂടെ ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ MA ബേബി കോൺഗ്രസ്സുമായിട്ടുള്ള സഖ്യത്തിലേക്കായിരിക്കാം കാര്യങ്ങൾ പോകുന്നത്. ദേശീയ തലത്തിൽ ഇവർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമേ ഇവരെല്ലാം ഒന്നിക്കത്തുള്ളൂ. കോൺഗ്രസ് ആയാലും എല്ലാ പാർട്ടി ആയാലും. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നും കേൾക്കാനേ ഇല്ലല്ലോ. കോൺഗ്രസ്സുകാർ അല്ലാതെ ഒറ്റയ്ക്കങ്ങ് മോദിയെ എതിരിടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ BJP എന്തായാലും പലയിടങ്ങളിലേക്കും, അതായത് CPM-ൻ്റെ സ്വാധീന മേഖലയിൽ എന്ന് MA ബേബി എടുത്തു പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ പോലും BJPക്ക് വോട്ട് വർധനവുണ്ടായി. കേരളത്തിലെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുള്ളത് നോക്കണം. ഇപ്പോൾ 2016 BJP ഒരു അക്കൗണ്ട് തുറന്നു, പക്ഷേ 2021 ഇവിടുത്തെ ചില പിടിപ്പുകേട് കൊണ്ടാണ് അത് BJPക്ക് നഷ്ടപ്പെട്ടത്. അത് നിലനിർത്താമായിരുന്നു. അത് നിലനിർത്തിയിരുന്നുവെങ്കിൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പായ പാലക്കാട് BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അതും കഴിയാതെ പോയി. ഇതൊക്കെ കുറേയധികം സംസ്ഥാന ഘടകത്തിൻ്റെ പിടിപ്പുകേടിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതിന് മാറ്റം വരുത്തും ഇത് MA ബേബിക്ക് കൃത്യമായിട്ടറിയാം. രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത് മറ്റാരുമൊന്നുമല്ല, അത് മോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ നിന്ന് വന്ന ആളാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? കേന്ദ്രം ഇറക്കിയതാണ്. പക്ഷേ അവസാന നിമിഷത്തിൽ വന്ന് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ ഒരു ചലനം വളരെ വലുതാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു വർഷത്തിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖരയുടെ വന്നിരുന്നുവെങ്കിൽ വിജയിച്ചേനെ. അത് പാർട്ടി ഇറക്കിയതിൽ അല്പം വൈകി എന്നുള്ളതാണ്. അത് ഇവിടെ നിന്ന് വേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് നൽകിയില്ല. ഇപ്പം സുരേഷ് ഗോപി തന്നെ തൃശ്ശൂരിൽ വിജയിച്ചു. സുരേഷ് ഗോപി സ്വയം പ്രഖ്യാപനം നടത്തിയ ആളാണ്. അതുകൊണ്ടാണ് സംസ്ഥാന ഘടകവുമായിട്ട് അതിന് ചില യോജിപ്പൊന്നും ഇല്ലാതെ പോയത്. മോദിയും അമിത്ഷായും ഒക്കെ പലവട്ടം തൃശ്ശൂർ മണ്ഡലത്തിൽ വന്നുപോയില്ലേ? കേരളത്തിലെ ചില മണ്ഡലങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലേ? ഇപ്പോൾ തന്നെ 40 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ 20 എണ്ണം വിജയ സാധ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ടും തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ BJP വലിയൊരു മാസ്റ്റർ പ്ലാനോടുകൂടി ഇറങ്ങിയിരിക്കുന്നത് ബേബി മനസ്സിലാക്കുന്നുണ്ട്. അത് CPM-ൻ്റെ അടിത്തറ ഇളക്കും എന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.